അല്ലാഹുവേ ഈ നരകത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹുവേ. യൗമ യുദഊന ഇലാ നാരി ജഹന്നമ ദആ, നാളെ നരകം കത്തിക്കാളുന്ന നരകത്തിലേക്ക് അല്ലാഹുവിന്റെ മാലാഖമാര് പേര് വിളിക്കുന്ന ദിവസം ഉമർ റളിയല്ലാഹു അൻഹു ഞെട്ടിത്തരിച്ചു പോയി. അല്ലാഹുവേ, ഉമറിന്റെ പേരെവിടെ? നരകത്തിന്റെ പേരിലോ അതല്ല സ്വർഗത്തിന്റെ പേരിലോ? പേടിച്ചു നിറച്ച് ഒട്ടകത്തിന്റെ പള്ളയിലോട്ട് ചാരി നിന്ന് ഉമർ റളിയല്ലാഹു അൻഹു. ആരാണ് ഉമർ? ആരാണ് ഉമർ? ഞാൻ മിഅ്റാജിന്റെ യാത്ര പോയപ്പോ സ്വർഗത്തിലൊരു മണിമാളിക കണ്ടു. അതിന്റെ കവാടത്തിൽ എഴുതി വെച്ചിരിക്കുന്നു റഅയ്തു ബിൽ ജന്നതി മക്തൂബൻ ബിസ്മി ഉമറ. ഉമറിന്റെ പേരെഴുതിയ ഒരു വാതിൽ ഞാൻ സ്വർഗത്തിൽ കണ്ടെന്ന് പറഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹു പേടിച്ചു വിറച്ചു. വീണു പോകാതിരിക്കാൻ ഒട്ടകത്തിന്റെ പള്ളയിലോട്ട് ചേർന്ന് നിന്നു. അവസാനം ഉമർ റളിയല്ലാഹു അൻഹു മെല്ലെ മെല്ലെ നടക്കാൻ തുടങ്ങി. ഒട്ടകപ്പുറത്ത് കയറിയിട്ടല്ല, ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിച്ച് ഉമർ റളിയല്ലാഹു അൻഹു ആ രാത്രിയിൽ മെല്ലെ മെല്ലെ നടന്നു. നേരെ പോയിട്ട് വീട്ടിലേക്ക് കയറിയിട്ട് പുതപ്പ് പുതച്ച് കിടന്നുപോയി. എന്റെ ശബ്ദം കേൾക്കുന്നവരെ, അന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന് കലശലായ പനി പിടിച്ചു. ഏത് പനി എന്നറിയുമോ? നരകത്തിന്റെ ആയത്ത് കേട്ട ഉമറിന് കലശലായ പനി. ഒരു മാസം കഴിഞ്ഞിട്ടാണ് കിടന്ന കിടപ്പിൽ നിന്ന് സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റത്. നരകത്തെ കുറിക്കുന്ന ഒരായത്ത് രാത്രിയിൽ കേട്ടപ്പോ അത് കേട്ടിട്ട് പനി പിടിച്ചിട്ട് മൂടിപ്പിടിച്ച് കിടന്നുറങ്ങിപ്പോയി. ഉറക്കം വരുന്നില്ല, ഞെട്ടിയെഴുന്നേക്കുന്നു. ആ കിടപ്പിൽ നിന്നെഴുന്നേക്കാൻ ഒരു മാസം കഴിഞ്ഞിട്ടും ഉമർ റളിയല്ലാഹു അൻഹുവിന് കിടുകിടാവിറക്കുന്ന പനി മാറിയിട്ടില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമ്മൾ ഈ ആയത്ത് ഓതുന്നുണ്ട്, എത്രയോ പ്രാവശ്യം നമ്മൾ കേൾക്കുന്നുണ്ട്. അല്ലാഹുവേ, ഞങ്ങളെ നരകത്തിയിൽ നിന്ന് നീ കാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നരകത്തിയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. വെള്ളിയാഴ്ച ഖതീബ് ഖുത്ബ ഓതുമ്പോ രണ്ടാമത്തെ ഖുത്ബയിൽ 3 പ്രാവശ്യം പറയും അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. നമുക്ക് ഗൗരവമറിയാതെ താടയ്ക്ക് കൈയും കൊടുത്തിട്ട് കുനിഞ്ഞിരിക്കും. പക്ഷേ ആ സമയത്ത് ആമീൻ പറഞ്ഞു. ഒരു വെള്ളിയാഴ്ച രാവിലെ 7 പ്രാവശ്യം ഇത് പറയുന്നവൻ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച സുബഹി നമസ്കാരത്തിന് ശേഷം ഒരാൾ അല്ലാഹുമ്മ അജിർനാ മിനന്നാർ എന്ന് 7 പ്രാവശ്യം പതിവായി പറഞ്ഞാൽ അല്ലാഹു നാളെ അവനെ നരകത്തിൽ നിന്ന് കാക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ 17 കാര്യങ്ങളുണ്ട്. ബാക്കി 16 നാളെ പറയാം. ഇത് വളരെ നൈസായിട്ട് ചെയ്യാൻ പറ്റും. ഒന്ന് ചിന്തിച്ചു നോക്കി സഹോദരങ്ങളെ, എന്താ കൽബിലൊരു പേടിയില്ലാത്തത്? എന്താ കൽബിലൊരു പേടിയില്ലാത്തത്? നരകത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ യാത്ര നരകത്തിലേക്കല്ലേ? നമ്മൾ ഇന്ന് പോകുന്നത് വെച്ച് നമ്മൾ എവിടെയാണ് എത്തിച്ചേരുക? ഒന്നിനും നമുക്കൊരു പേടിയില്ല, ഒന്നിനും ഒരു പേടിയില്ല. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഏറ്റവും നന്നായിട്ട് ജീവിക്കുന്നവന് നരകം മേടിക്കാൻ 1 നിമിഷം മതി. എത്ര മുത്തക്കിയായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനും നരകം മേടിക്കാൻ എത്ര സമയം മതി? ഒറ്റ സമയം മതി. പക്ഷെ എൻ്റെ പൊന്നു ചെറുപ്പക്കാരെ, എനിക്ക് നിങ്ങളോട് വലിയ സ്നേഹമുണ്ട്. അഹമ്മദ് കബീർ വാക്കവിയുടെ വാള് കേൾക്കാൻ എല്ലായിടത്തും പാഞ്ഞ് നിങ്ങളെത്തും. പക്ഷെ ഞാൻ പറയുന്നു, പ്രതികൂലതയിൽ പിടിച്ചു നിൽക്കണം. ഇതേത് സമയത്ത് നഷ്ടപ്പെട്ടു പോകാം, ഏത് സമയത്തും വഴി തെറ്റാം. നന്നായിട്ട് ജീവിക്കുന്ന ഒരാൾക്ക്, നന്നായിട്ട് ജീവിക്കുന്ന ഒരു പെണ്ണിന് നരകത്തിൽ പോകാൻ 1 നിമിഷം മതി. എപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ, ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. ഒരു മുഅ്മിനായ മനുഷ്യൻ, അല്ലാഹുവിന് വിശ്വാസമുള്ള മനുഷ്യൻ, അല്ലാഹുവിനെ പേടിയുള്ള മനുഷ്യൻ, അവൻ 5 നേരം നിസ്കരിക്കുന്നവനാണ്. അറിയാതെ എങ്ങാനും അവനൊരു വ്യഭിചാരത്തിലേക്ക് പോയാൽ, സഹോദരങ്ങളെ, അറിയാതെ എങ്ങാനും വ്യഭിചാരത്തിലേക്ക് പോയാൽ, ലാ യസ്നി സാനി ഹീന യസ്നി
വഹുവ മുഅ്മിൻ. ഒരു അന്യ പെണ്ണിന്റെ കിടപ്പറയിൽ അവൻ കിടക്കുമ്പോ അവൻ നിസ്കാരമുള്ളവനാണ്, അവൻ നാട്ടിൽ മേൽവിലാസമുള്ളവനാണ്. പക്ഷേ അവൻ ഒരു നിമിഷം പ്രലോഭനത്തിന് പെട്ട് ഒരു അന്യ പെണ്ണിന്റെ കിടപ്പറയിൽ കിടക്കുമ്പോ അവൻ വ്യഭിചരിച്ചു കൊണ്ടിരിക്കുമ്പോ അവൻ മുഅ്മിനല്ല. ഈമാൻ അല്ലാഹു അവനിൽ നിന്ന് എടുത്തു കളയും. സഹോദരങ്ങളെ, ചെറുപ്പക്കാരാ, ആ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവനെങ്ങാനും മരിച്ചുപോയാ അവൻ നാളെ നരകത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവൻ മുഅ്മിനായിരുന്നു, അവൻ നിസ്കാരമുള്ളവനായിരുന്നു, അവൻ സക്കാത്ത് കൊടുക്കുന്നവനായിരുന്നു, അവൻ ഏറ്റവും നല്ലവനായിരുന്നു, അത് കേൾക്കാൻ അവൻ മുൻപന്തിയിലുണ്ടായിരുന്നു. പക്ഷേ ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. സിനാ ചെയ്യുമ്പോ, വ്യഭിചരിക്കുമ്പോ, ഒരു അന്യപെണ്ണിന്റെ അടുത്തവൻ കടപ്പുറ പങ്കിടുമ്പോ അല്ലാഹ് അപ്പോൾ അവന്റെ ഈമാൻ ഊരി മാറ്റിക്കളയും. ഈമാനുള്ളവനത് ചെയ്യാൻ കഴിയില്ലല്ലോ. ആ കിടപ്പിലെങ്ങാനും മരിച്ചുപോയാ എങ്ങനെയാ സഹോദരങ്ങളെ ചിന്തിക്കുന്നത്? ആ കിടപ്പിലെങ്ങാനും മരിച്ചുപോയാ 4 മാസങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ലോഡ്ജിൽ ഒരു ചെറുപ്പക്കാരൻ റൂമിൽ മരിച്ചു കിടന്നു. ഒരു ചെറുപ്പക്കാരൻ മരിച്ചു കിടന്നു. അവനെങ്ങനെ മരിച്ചു എന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് തെളിവില്ല. നമ്മുടെ നാട്ടിൽ നടന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. സഹോദരങ്ങളെ, എന്നെക്കാളേറെ നിങ്ങൾ വായിക്കുന്നവരാണ്. പക്ഷേ ഞാനൊരു പ്രഭാഷകനായത് കൊണ്ടത് പലപ്പോഴും കുറിച്ചിടുമെന്ന് മാത്രം, നിങ്ങൾ വായിച്ചിട്ട് മറക്കുമെന്ന് മാത്രം. കാരണം ഞാൻ ഉണർത്താൻ വന്നവനാണല്ലോ. നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മിപ്പിച്ചു കൊടുക്കും നബിയെ. കേൾക്കുന്നവർക്ക് അതിലേക്ക് പോകാതിരിക്കാൻ കഴിഞ്ഞാലോ? ഒരു പ്രഭാഷകനായതുകൊണ്ട് ഞാൻ ഓർമ്മച്ചപ്പിന് കുറിച്ചിടുമെന്ന് മാത്രം. പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് എങ്ങനെ കൊന്നെന്നറിയില്ല. വിഷം കുടിച്ചിട്ടില്ല, അവൻ തൂങ്ങി മരിച്ചിട്ടില്ല, അവനെ ആരും മർദ്ദിച്ചിട്ടില്ല, അവന്റെ ശരീരത്തിൽ ഒരു പോറൽ പോലുമില്ല. സഹോദരങ്ങളെ, കൊലപാതകം എങ്ങനെ? അവൻ സയനൈഡ് കഴിച്ചിട്ടല്ല, അവന് വാഹനാപകടം സംഭവിച്ചതല്ല, അവന്റെ ശരീരത്തിലെ ഒരു രോമം പോലും പൊടിഞ്ഞു പോയിട്ടില്ല. പക്ഷേ അവസാനം കാതകനാരെന്നറിയുമോ? കാതകനല്ല, കാതകിയാണ്. അവന്റെ കൂടെ മുറിയെടുത്ത ഒരു പെണ്ണ്, 3 മക്കളും ഒരു ഭർത്താവുമുള്ള വീട്ടിലെ പെണ്ണ്. ആ പെണ്ണിനെയാണ് അറസ്റ്റ് ചെയ്തത് പിറ്റേ ദിവസം പത്രത്തിൽ. എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് കേൾക്കുക. എന്താണെന്നറിയോ? അവൻ എങ്ങനെ മരിച്ചെന്നറിയുമോ? സഹോദരങ്ങളെ, ആ പെണ്ണ് പോലീസിനോട് പറഞ്ഞ മൊഴി എന്റെ ഭാഷയല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മറന്നു കളയണം, അപ്പോൾ തന്നെ മറന്നു കളയണം. റസൂലുള്ളാഹിയുടെ ഒരു വാക്കിന്റെ ഗൗരവം പറയാൻ കൺമുമ്പിൽ കണ്ട ഒരു ഉദാഹരണം പറയുകയാണ് ഞാൻ. ആ പെണ്ണ് പറഞ്ഞു, ഞാൻ ഇവരുമായി മുറിയെടുത്തു, പല പ്രാവശ്യം ഞങ്ങൾ ശാരീരിക ബന്ധത്തിലേർപ്പെട്ടു, ഞങ്ങൾക്ക് പെട്ടെന്ന് പിരിയേണ്ടുള്ളത് കൊണ്ട് ക്രമത്തിലധികം ശരീരത്തിന്റെ ആരോഗ്യത്തിനപ്പുറം ജീവിതത്തിലേക്ക് ഞങ്ങൾ സുഖങ്ങളിലോട്ട് കടന്നു പോയപ്പോ ഒരു പ്രാവശ്യം അവൻ പെട്ടെന്നൊന്ന് ആഞ്ഞു വലിക്കുന്നത് കണ്ടു. പെടഞ്ഞു വീണിട്ട് അയാൾ എന്റെ കൺമുമ്പിൽ മരിച്ചുപോയി. അങ്ങനെ ഞാൻ ഇറങ്ങി ഓടി ലോഡ്ജ് മുറിയിൽ നിന്ന്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരാൾ വ്യഭിചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മരിച്ചാൽ, സഹോദരങ്ങളെ, ചാവക്കാടുകാരൻ സാദിഖെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മരിച്ചത് വ്യഭിചാരത്തിൽ അവന്റെ പെണ്ണിന്റെ കൂടെ കിടക്കുമ്പോഴാണ്. അല്ലാഹു പറഞ്ഞു, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവൻ അല്ലാഹു സ്വർഗ്ഗം ഹറാമാക്കി. അതുകൊണ്ട് സഹോദരങ്ങളെ, ചെറുപ്പക്കാരാ, എന്റെ ശബ്ദം കേൾക്കാൻ താല്പര്യത്തോടെ എത്തുന്നവരെ എപ്പോഴും ജീവിതത്തിൽ പിടിച്ചു നിൽക്കണം. ആ സമയത്തെങ്ങാനും മരിച്ചുപോയാൽ 10,000 പറ കണ്ടതും വെള്ളത്തിലാ. തടവാസ്താട് പറഞ്ഞതുപോലെ 10,000 പറ അമല് ചെയ്താലും അത് വെള്ളത്തിൽ എഴുതിയതുപോലെയാ. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറഞ്ഞു, ലാ യസ്രിബു ശാരിബു ഹീന യസ്രിബു വഹുവ മുഅ്മിൻ. ഒരു കള്ളുകുടിയൻ കള്ളുകുടിക്കുമ്പോ ആ സമയത്ത് അവൻ മുഅ്മിനല്ല, അവൻ ആ സമയത്ത് കാഫിറാണ്. അവൻ ഈമാന്റെ ചൈതന്യമില്ല. ഈമാൻ ഒരു കുട പോലെ അവന്റെ തലയുടെ മുകളിൽ എഴുന്നേറ്റ് നിൽക്കും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരാള് മദ്യപിച്ചു കൊണ്ടിരിക്കുമ്പോ ആ മദ്യപാനത്തിന്റെ ഇടയിലെങ്ങാനും മരിച്ചുപോയാ, മോനെ, സ്വർഗം ഉറപ്പാക്കിയതിന് നരകം വാങ്ങിക്കാണൊറ്റ
സമയം മതി. ഇതേവരെ നീ മദ്യപിച്ചവനായിരിക്കാം, ഇപ്പോൾ നീ പള്ളിയിലായിരിക്കാം. ഇവിടെ തടിച്ചുകൂടിയ ചെറുപ്പക്കാരിൽ എത്രയോ ചെറുപ്പക്കാര് നാളെ പരലോകത്തിന്റെ അഭിമാനമല്ലേ? അഹമ്മദ് കബീറിന്റെ വാക്കിന്റെ അഭിമാനമല്ലേ? പട്ടച്ചാരായം വീടിന്റെ ഉമ്മറത്തിരുന്ന് കോരി കുടിച്ച എത്രയോ ആളുകൾ ഇന്ന് അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്നിറങ്ങാറ് ഈ വിനീതന്റെ വാക്ക് കേട്ട എത്രയോ നൂറുകണക്കിന് ചെറുപ്പക്കാർ ഇവിടെയില്ലേ? പക്ഷേ പൊന്നുമോനെ, നിന്നെ പിശാചുക്കൾ മാടി വിളിക്കുമ്പോ, അതുകൊണ്ട് ഞാനിത് പ്രത്യേകിച്ച് പറയുന്നത് എന്താ, ന്യൂ ഇയർ വരാൻ തുടങ്ങി, ന്യൂ ഇയർ വരാൻ തുടങ്ങി, ക്രിസ്മസ് എത്താൻ തുടങ്ങി, ബാർ ഹോട്ടലുകളിൽ കാൽസുകൾ കഴുകാൻ തുടങ്ങി, സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ തിരുവനന്തപുരത്ത് തുറക്കുന്ന സൺഡി ബാറിന്റെ വാതിൽ തുറക്കാൻ തുടങ്ങി. സഹോദരങ്ങളെ, ലോകത്തെ ഏതൊരു രാജ്യത്തും ആദ്യം തുറക്കുന്ന വാതില് മുസ്ലിം പള്ളിയുടെ വാതിലാ. കാരണം 5 മണിക്ക് സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ്, സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ മുഅദ്ദിൻ വാതിൽ തുറന്നിട്ട് അകത്ത് കയറൂ. പക്ഷേ തിരുവനന്തപുരത്ത് അങ്ങനെയല്ല. സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ സന്ദീപിന്റെ വാതിൽ തുറക്കും എന്നാണ് അനുഭവസ്ഥവർ പറയുന്നത്. സഹോദരങ്ങളെ, പ്രലോഭനങ്ങൾ വരുന്ന സമയമാണ്. എന്റെ കൽവിൽ തൊട്ടിട്ട് എന്റെ ചെറുപ്പക്കാരോട് ഞാൻ പറയുകയാ, എങ്ങാനും ആ സമയത്തെങ്ങാനും നഷ്ടപ്പെട്ടു പോയാ പിന്നെ ഇതെന്റെ വാണിങ് കൂടിയാണ്. പുതുവർഷത്തിലാണ് വ്യാജമദ്യം ഇറങ്ങുന്നത്. വ്യാജമദ്യം കുടിച്ച് ബാർ ഹോട്ടലുകളില് കള്ള് ഷാപ്പില് ചത്തുവീടുന്ന എത്രയോ ആളുകൾ. കഴിഞ്ഞ ആഴ്ച പശ്ചിമ ബംഗാളില് ഒരൊറ്റ ഷാപ്പില് 141 പേരാണ് കള്ള് കുടിച്ചോണ്ടിരിക്കുമ്പോ മരിച്ചത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അവൻ മദ്യപിച്ചു കൊണ്ടിരിക്കുമ്പോഴെങ്ങാനും മരിച്ചുപോയാ പിന്നെ മോനെ, കള്ളു കുടിച്ചോണ്ടിരിക്കുമ്പോഴും മരിച്ചില്ല, അന്ന് അല്ല ആയുസോടെ നിന്റെ വീട്ടിൽ വന്ന് കിടക്കുകയാ. ആ വീട്ടിൽ കിടക്കുന്ന അവസ്ഥയിലെങ്ങാനും നീ മരിച്ചുപോയാൽ, വീട്ടില് കള്ളു കുടിച്ചിട്ട് കിടക്കുന്ന അവസ്ഥയിൽ മരിച്ചുപോയാൽ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മമ്മാത മഗ്മൂസൽ ഖംരി സഖാഹുല്ലാഹു മിനൽ ഖൂത്ത്. ആരെങ്കിലും ഒരു മദ്യപാനിയായ അവസ്ഥയിൽ മരിച്ചുപോയാൽ, മമ്മാത മഗ്മൂസൽ ഖംരി, ആരെങ്കിലും ഒരു മദ്യത്തിന്റെ തുള്ളി വയറ്റിൽ കിടക്കുന്ന അവസ്ഥയിൽ ആരെങ്കിലും മരിച്ചുപോയാ, അവൻ മരിക്കുന്ന സമയം അവന്റെ ആമാശയത്തിന്റെ ഉള്ളിൽ കള്ളിന്റെ ഒരു തുള്ളി കിടപ്പുണ്ട്. എന്നാൽ റസൂലുള്ള പറഞ്ഞു, സഖാഹുല്ലാഹു മിനൽ ഖൂത്ത്, അല്ലാഹു നാളെ അവനെ ഖൂത്തിൽ നിന്ന് കുടിപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നാളെ അവനെ ഖൂത്തിൽ നിന്ന് കുടിപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സഹാബത്ത് ചോദിച്ച്, നബിയേ മൽ ഖൂത്തത്തു യാ റസൂലല്ലാഹ്, മൽ ഖൂത്തത്തു യാ റസൂലല്ലാഹ്. ഓ നബിയേ, ഖൂത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ? അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചപ്പോ റസൂലുള്ള മറുപടി പറഞ്ഞു കൊടുത്തു, സഹാബാ, യനഹുറുന തഖറുജു മിൻ ഫുറൂജി മുമിസാത്ത്, അഭിസാരികളായ സ്ത്രീകളുടെ ഗുഹ്യസ്ഥാനത്ത് നിന്ന് ഒലിച്ചു വരുന്ന ചീഞ്ചലം കൊണ്ട് നിറക്കപ്പെട്ട പുഴയാണ് ഖൂത്ത്. നാളെ മദ്യപാനിക്കള്ള കൊടുക്കുന്നത് ഇത്രയും മോശമായ പാനീയമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ മരിച്ചു, അവന് സ്വർഗം നഷ്ടമായി. ഏത് മുത്തക്കിക്കും ഒരു നിമിഷം കൊണ്ട് സ്വർഗം നഷ്ടമോ? അവൻ നരകത്തിന്റെ അവകാശിയോ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് വസിയത്തായിട്ട് പറയുക, പ്രലോഭനം തൊട്ടു മുമ്പിൽ. നിങ്ങളെ കാണാത്ത കൂട്ടുകാരൊക്കെ ഇനി വിളിക്കും, ന്യൂ ഇയർ ആയില്ലേ, നമുക്കൊന്ന് കൂടണ്ടേ? എൻ്റെ പൊന്നു സഹോദരങ്ങളെ, സഹോദരിമാർക്ക് വേണ്ടി കാർണിവലിന്റെ മൈതാനങ്ങൾ ഒരുക്കപ്പെടും, ആളുകളെല്ലാവരും വിളിക്കും. പക്ഷേ ആ സമയത്ത് അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ പാതയിലേക്ക് നടക്കണം, നരകത്തിന്റെ പാതയിലേക്ക് നടക്കരുത്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഒന്ന് ആമീൻ പറയും മനുഷ്യന്മാര്, ഒന്ന് ആമീൻ പറയും ഉറക്കെ. അള്ളാഹു അങ്ങനെ ആക്കട്ടെ. നരകത്തിന്റെ വഴി നമ്മുടെ മുമ്പിൽ ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ നരകത്തിന്റെ വഴിയിൽ നിന്ന് സ്വർഗത്തിന്റെ പാതയിലോട്ട് കാലെടുത്ത് വെച്ച് നടക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ 2 ദിവസം കൊണ്ട് എന്ത് പറയാനാണ്? ഇപ്പൊ തന്നെ സമയം ഒരു പരിവ്, എന്ത് പറയാനോ? ഒരിടത്തും ഒന്നും പറഞ്ഞെത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കാണ് ഒരു ദുസ്വഭാവമുണ്ട്, ഞാൻ പറഞ്ഞാൽ അങ്ങനെ വിശാലമായിട്ടങ്ങ് പിന്നെ ഞാൻ പറയണ്ടെന്ന് വിചാരിച്ച് എൻ്റെ മനസ്സിലിങ്ങനെ അള്ള തോന്നിപ്പിച്ചു. അള്ളാഹു ഇത് നിലനിർത്തി തരട്ടെ. അള്ളാഹുവിൻ്റെ ഖുർആന്റെ മധുരം. അതുകൊണ്ട് പൊന്നു സഹോദരങ്ങളെ, പ്രലോഭനങ്ങൾ വരും.
ഏതായാലും കുറേ നാളായില്ല കൂട്ടുകാരെയൊക്കെ കൂടിയിട്ട് എന്ന് പറഞ്ഞ് ഒന്ന് പോയി ഈ ന്യൂ ഇയറിന് കൂടിയാൽ അതോടെ തീർന്നു. ഇതേവരെ നീ സമ്പാദിച്ചതും ഇതേവരെ നീ ശേഖരിച്ചതും നീ മനസ്സിൽ സൂക്ഷിച്ച ഈ നന്മ അതോടെ നഷ്ടപ്പെട്ടു പോകും. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ മദ്യപാനികളുടെ ഭാര്യമാരെ സംബന്ധിച്ചു കൊടുക്കും. കള്ളു കുടിക്കുന്നവൻ്റെ ഭാര്യ, എനിക്ക് തോന്നുന്നു അവർ നന്നായിട്ട് ജീവിച്ച അള്ളാഹു ഹിസാബില്ലാതെ അവർക്ക് സ്വർഗം കൊടുക്കും. കാരണം പരലോകത്ത് അനുഭവിക്കേണ്ട അദാബ് മുഴുവൻ അവരിവിടെ അനുഭവിക്കുന്നുണ്ട് അല്ലേ? ഭർത്താവിൻ്റെ കയ്യിൽ വന്നാൽ ഇടി ചവിട്ട്, അവൻ്റെ മക്കൾ. എന്തിനാ സഹോദരങ്ങളെ ഇങ്ങനെ വന്നു? മലയാളത്തിലെ നാറാണത്ത് ഭ്രാന്തൻ എന്ന് പറയുന്ന KPSCയുടെ ഒരു നാടകമുണ്ട്, നാറാണത്ത് ഭ്രാന്തൻ. രാവിലെ മുതൽ വൈകുന്നേരം വരെ നാറാണത്ത് ഭ്രാന്തൻ വലിയ ഭാരമുള്ള കല്ല് താടേന്ന് ഉരുട്ടി 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 വേർപ്പൊക്കെ വന്നാലും സഹിച്ച് രാവിലെ മുതൽ ഒരു വലിയ പാറക്കല്ല് ഉരുട്ടി 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 പർവ്വതത്തിൻ്റെ മുകളിൽ കയറ്റി. വൈകുന്നേരമാകും, സൂര്യൻ അസ്തമിക്കാറായി, രാവിലെ തുടങ്ങിയ പണിയാണ്. ആ വലിയ പാറക്കല്ല് മലയുടെ മുകളിൽ കയറ്റി കഴിയുമ്പോൾ തിരിഞ്ഞു നിന്നിട്ട് നാറാണത്ത് ഭ്രാന്തൻ എന്ത് ചെയ്യുന്നറിയോ? അത് നേരെ താഴേക്ക് ഉരുട്ടി വിടും. എന്നിട്ട് ആ കല്ല് ഉരുട്ടി വരുന്ന കാണുമ്പോൾ നാറാണത്ത് ഭ്രാന്തൻ കൈവെട്ടിച്ചിരിക്കും. ഇതാണ് നാറാണത്ത് ഭ്രാന്തൻ. ഏതാണ്ട് നാറാണത്ത് ഭ്രാന്തൻ കള്ളുകൂടിയന്മാരാണ്. ഈ നാറാണത്ത് ഭ്രാന്തൻ എന്ന് പറയുന്ന കഥാപാത്രം മദ്യപാനിയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ചാലച്ചന്തയിൽ പോയിട്ട് ചുമട് ചുമന്നിട്ടോ അതല്ലെങ്കിൽ കടലിൽ പോയി മീൻ പിടിച്ചിട്ടോ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കും. എന്നിട്ട് അത് വെച്ചിട്ട് അവൻ വീട്ടിൽ ചട്ടിയും കലവും പിള്ളേർക്കുള്ള ബുക്കും പുസ്തകവും ഒക്കെ വാങ്ങിച്ചു കൊടുക്കും. വൈകുന്നേരമാകും അതുകൊണ്ട് പോയി കള്ളു കുടിക്കും. അതുകൊണ്ട് നേരെ വീട്ടിൽ വന്ന് ആ ചട്ടിയും കലവും എല്ലാം അടിച്ചു പൊട്ടിക്കും. പിള്ളേരെ നോട്ട്ബുക്ക് വലിച്ചെറിയും. ഭാര്യയുടെ വായിൽ ഇച്ചിരി കമത്തി കൊടുക്കും. ഇവൻ ആരാ? യഥാർത്ഥത്തിൽ ഇവൻ ആരാ? നാറാണത്ത് ഭ്രാന്തൻ. ചെയ്ത അധ്വാനം മുഴുവൻ വൈകുന്നേരം ഇല്ലാതാക്കുന്നവൻ. എന്തിനാ സഹോദരങ്ങളെ ഇത്? എന്തിനാ ഇത്രയും ശപിക്കപ്പെട്ട ഒന്ന്? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അവസാനം വരെ ഒന്നിനോട് വിട പറഞ്ഞാൽ അങ്ങനെയാകണം. നരകത്തിൻ്റെ പാതയിൽ അള്ളാഹു നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുവന്നതാണ്. അള്ളാഹു നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ മാറ്റിത്തരട്ടെ. അതിനെന്ത് ചെയ്യണം? നരകത്തിലേക്ക് പോകാതിരിക്കാൻ എന്ത് ചെയ്യണം? സ്വർഗം വിലയ്ക്ക് മേടിക്കണം. സ്വർഗം വിലയ്ക്ക് മേടിക്കണം. സ്വർഗത്തിന് വില നിശ്ചയിക്കാൻ പറ്റുമോ? അള്ളാഹുടെ സ്വർഗത്തിന് അള്ള പറഞ്ഞ സ്വർഗം വിലയ്ക്ക് മേടിക്കണമെന്നാണ്. നരകത്തിൻ്റെ ഭാഗത്തേക്ക് ചെയ്യാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സ്വർഗം വിലയ്ക്ക് മേടിക്കും. സ്വർഗം വിലയ്ക്ക് മേടിക്കാൻ ആർക്കാ പറ്റുന്നത്? പസഫിക് അറബിക്കടലിൻ്റെ മുകളിലേക്ക് മുഖം തിരിച്ചു നിൽക്കുന്ന 18 നിലയുള്ള 2200 കാറുകൾ പാർക്ക് ചെയ്യാൻ കഴിയുന്ന 4 മിനി തിയേറ്ററുകളിലുള്ള 2 ഹെലികോപ്റ്ററുകൾ ഒരേ സമയത്ത് വന്നിറങ്ങാൻ പഠിക്കുന്ന ഹെലിപ്പാഡുള്ള അറ്റ്ലാന്റ എന്ന വസതി ഉണ്ടാക്കിയ മുകേഷ് അംബാനിക്ക് പോലും പറ്റൂല. ലണ്ടനിലെ അറ്റ്ലാന്റ ഹോട്ടൽ കണ്ടിട്ടാണ് മുകേഷ് അംബാനി അറബിക്കടലിൻ്റെ മുമ്പിൽ അതുപോലെ ഒന്നുണ്ടാക്കിയത്. പക്ഷെ മുകേഷ് അംബാനിക്കും കെണിഞ്ഞു. എന്ത് പറ്റി? ജോത്സ്യം നോക്കിയിട്ട് വന്ന് ഇവിടെ താമസിച്ചാൽ നീ പോക്കാൻ. അംബാനി കയറിയില്ല. അംബാനി പാല് കാച്ചിയ വീട് ഇപ്പോഴും ഇതെല്ലാം അതേവരെ ജോത്സ്യന് ഒരു പരിപാടി ഇല്ലായിരുന്നു. ഇതെല്ലാം പണിത് തീർന്ന് 2 ഹെലിപ്പാഡ് ഒരേ സമയത്ത് 2 ഹെലികോപ്റ്റർ ഇറങ്ങാം. 2200 കാറുകൾ സെല്ലുലാർ കോമ്പൗണ്ടിൽ പാർക്ക് ചെയ്യാം. ആ വീട് 2200 കോടി രൂപ വെച്ച് നിർമ്മിച്ച വീട് പാല് കാച്ചാൻ വേണ്ടി പോയപ്പോൾ ഡേറ്റ് നോക്കാൻ ജോത്സ്യൻ്റെ എടുക്കും. ജോത്സ്യം പറഞ്ഞു, നീ അതിനകത്ത് കയറിയ നിന്റെ ശനിദശയാണ് പോയി. എവിടെ പോലെ വള്ളക്കടവിലും പ്രാന്തപ്രദേശത്തുള്ള ചില ആളുകൾ കൊച്ചിന് വല്ലാതെ രോഗം വരുമ്പോൾ ഖുർആൻ ഓതാൻ അവിടെ പോണ മാതിരി. എവിടെ പോണ മാതിരി ഞാൻ പറയണോ? അവരെവിടെ പോണ മാതിരി ഖുർആൻ ഓതനാരാ? എടാ, ഒരു മുസ്ലിം ഓതി ഊതിയ അതൊരു ശിഫ അപ്പം തന്നെ ഉണ്ട് അവൻ്റെ ഈമാൻ്റെ പേരിൽ. പനി വല്ലാതെ കലശരായി ബാധിച്ചൊരു കുട്ടിയുടെ തലയെ കൈവച്ചിട്ട് കുല്യാനാറ് കൂരി ഭരതം സലാമൻ അല ഇബ്രാഹിം എന്നൊരു അറ്റ്ലീസ്റ്റ് ഒരു മുഅ്മിൻ ഓതിയാൽ അതിന് ശിഫയുണ്ട്. ഇത്ര വിവരം കെട്ടവരായി പോയി. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ലോകത്തെല്ലാം അങ്ങനെയാണ്. എന്നാൽ ഇത് ഞാൻ ഈ അടുത്ത സമയത്ത് ഇവിടെ തിരുവനന്തപുരത്തിനടുത്തൊരു ഒരു ഡോക്ടറെ കാണാൻ പോയി. അപ്പോൾ എൻ്റെ ഒരു അലർജിക്ക് മരുന്ന് മേടിക്കാൻ വേണ്ടി പോയി, ഒരു ഹോമിയോ ഡോക്ടർ. അപ്പോൾ അദ്ദേഹം ഒരു പുതിയ ഹെർബൽ ഓയിൽ രംഗത്തിറക്കിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഗുണമേന്മ എന്താണെന്നറിയോ? അത് തേച്ചാൽ കഷണ്ടി മാറും. കഷണ്ടി ഉണ്ടാവില്ല. കഷണ്ടി ഉള്ളവർക്ക് മുടി പോലും. ഞാൻ ഡോക്ടറുടെ മുറിയിൽ കയറി. ഇയാൾക്ക് 2 ഇയർഫോൺ വെച്ചിട്ടുണ്ട്. ഫോൺ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക.
ഡോക്ടർ ഞങ്ങളുടെ ഡോക്ടറിന് മരുന്ന് മേടിച്ചു, ഞങ്ങളുടെ കഷണ്ടി മാറുമോ? 99% മാറും, 1% ദൈവത്തിനുണ്ട്. ഏതാണ്ട് ഒരു 60% ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അത് കട്ടിയും അടുത്തത്. അപ്പോൾ അടുത്ത കോള് ഞാൻ മുമ്പിൽ ഇരിക്കുകയാണ്, അയാൾക്ക് ഫോൺ ഒഴിവാക്കുക, കാരണം കസ്റ്റമേഴ്സ് വിളിക്കുകയാണ്. ഇവിടെ വന്ന് ഇത്രയും ആളുകളുടെ കഷണ്ടി മാറിയിട്ടുണ്ട്, നിങ്ങൾ ധൈര്യമായിട്ട് തേച്ചോളൂ, നിങ്ങളുടെ കഷണ്ടി മാറിയിരിക്കും. എത്ര മാറില്ല എന്ന് പറഞ്ഞാൽ കഷണ്ടി മാറും. ഞാൻ നോക്കി ഡോക്ടർ ഫുള്ള് കഷണ്ടിയാണ്. ഈ പറയണ ഡോക്ടർ ഏറ്റവും ഫുള്ള് കഷണ്ടിയാണ്. ഇതാണ് ലോകത്തിൻ്റെ അവസ്ഥ. നമുക്ക് ചുമ്മാ ഒരു തോന്നലാണ്. ഒരിക്കൽ ഞാൻ കുറേ വാതിൽ നടക്കുന്ന സമയം എവിടെ നിന്നോ തണുത്ത വെള്ളം കുടിച്ച് അലർജി പിടിച്ചു. മൂക്കിൽ കൂടെ ഇങ്ങനെ വെള്ളം ഒലിക്കുന്നു. ഡോക്ടറെ കാണാൻ പോയി. കൊല്ലത്തൊരു വലിയ ENT ഡോക്ടറുണ്ട്. പോയി ടോക്കൺ എടുത്ത് ക്യൂവിൽ നിന്ന് 2.5 മണിക്കൂർ കഴിഞ്ഞ് ഡോക്ടറെ കാണാൻ. 2.5 മണിക്കൂർ ഞാൻ അവിടെ നിന്ന്, ഒരു രക്ഷയില്ല, ഭയങ്കര തിരക്ക്. അതിൻ്റെ ഇടയിൽ ടവല് മുഴുവൻ നനഞ്ഞ് മൂക്കൊലിച്ചൊലിച്ച്. അവസാനം 2.5 മണിക്കൂർ കഴിഞ്ഞ് ഡോക്ടറുടെ അടുത്ത് കയറി. ഞാൻ വാതിലകത്ത് കയറി. ഡോക്ടർ ചോദിച്ചു എന്താ രോഗം? പറയാൻ പോയപ്പോൾ ഡോക്ടർ ലേസ് എടുത്തിട്ട് അയാൾ തുടയ്ക്കുന്നു. അയാളുടെ മൂക്കിലൂടെ വെള്ളം ഒലിച്ചുകൊണ്ട് വന്നിരിക്കുക. ഞാനിപ്പോൾ എന്ത് രോഗത്തിനാണ് മരുന്ന് പറയുക? എന്ത് രോഗത്തിനാണ് മറുപടി? ഞാൻ ഡോക്ടർ ഇതേ രോഗത്തിനാണ് ഞാൻ മരുന്ന് മേടിക്കാവുന്ന, ഡോക്ടറുടെ രോഗം തന്നെ. അയാൾ ഇതിന് മരുന്നില്ല, ഇത് മൊത്തം ഒലിച്ചു പോയി തീരലല്ലാതെ ഇതിനൊരു മരുന്ന്. ഇത് മൊത്തം ഒലിച്ച് വെളിയിൽ പോവുക, ഇത് തന്നെയാണ് അതിൻ്റെ മരുന്ന്, അല്ലാതെ വേറൊരു മരുന്ന് അതിന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അബദ്ധജടിലമായ ചില വിശ്വാസങ്ങൾ, ഇസ്ലാമിന്റെ ആദർശത്തിന് പോലും നിരക്കാത്ത ചില വിശ്വാസങ്ങൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഞാൻ പറയുന്നു, ജീവിതത്തിന്റെ ഏത് ഭാഗത്തിലും എത്ര വലിയവനാണെങ്കിലും അള്ളാന്റെ സ്വർഗം വിലയ്ക്ക് വാങ്ങാൻ പറ്റൂല. പക്ഷെ അള്ളാന്റെ സ്വർഗം വിലയ്ക്ക് വാങ്ങാം രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ. നരകത്തിന്റെ പാതയിൽ നിന്ന് മാറി നമുക്ക് ഇങ്ങോട്ട് കടക്കാം. പക്ഷെ അതിന് നരകത്തെക്കുറിച്ച് നമ്മൾ പറയേണ്ടതുണ്ട്. അള്ളാഹു എല്ലാവിധ ഖൈർ നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ നരകം എന്ന് പറയുന്ന കത്തിക്കാളുന്ന ലോകത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അള്ളാഹു സ്വർഗം വിലയ്ക്ക് വാങ്ങാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. സ്വർഗത്തിന് ഞാൻ വിലയിട്ട് തരാം, നിങ്ങൾ മേടിക്കുമോ? സാധാരണ വാതിലിന്റെ സ്ഥലത്ത് ആപ്പിള് സംസമൊക്കെയാണ് വിലയിട്ട് കൊടുക്കുന്നത്. ഇവിടെ സാധാരണ വാതിന് ഞാൻ ഒരു ചെറിയ കുപ്പിത്തേന് 75,000 രൂപയ്ക്ക് ലേലം വിളിച്ചിട്ടുണ്ട്. അതുപോലെ ചെറിയ കുപ്പിത്തേന്. സാധാരണ വാതിലിന്റെ സദസ്സിൽ മുട്ട, ആപ്പിള്, സംസം ഇതൊക്കെ കൊടുക്കാറുണ്ട്. അതിന് ബറക്കത്തൊക്കെ ഉണ്ട്, ആരും നിഷേധിച്ചാലും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമുക്കൊന്ന് മാറാം, സ്വർഗത്തിന് വിലയിടാം. മേടിക്കാൻ തയ്യാറാണോ? ഉറപ്പാണല്ല. ഖുർആൻ ഞാൻ വിലയിട്ടതല്ല, അല്ല വിലയിടാണ് ഖുർആൻ. എത്ര സുന്ദരമായ ആയത്തെന്നറിയാവും. ആയത്തൊന്ന് നിങ്ങൾ നന്നായിട്ടൊന്ന് ചിന്തിക്കണം. ആ ആയത്ത് എത്ര സുന്ദരമെന്നറിയാവും. ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന يقاتلون في سبيل الله فيقتلون ويقتلون وعدا عليه حقا بالتوراة والإنجيل بالقرآن ومن أوفى بعهده من الله فاستبشروا ببيعكم الذي بايعتم به وذلك هو الفوز العظيم. ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന, അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളോട് വിലയ്ക്ക് വാങ്ങുകയാണ്. സത്യവിശ്വാസികളോട് അല്ലാഹുവിന്റെ സ്വർഗ്ഗം ആഗ്രഹിക്കുന്നവർക്ക് അല്ലാഹു സ്വർഗ്ഗത്തിന് വിലയിടുകയാണ്. അല്ലാഹുവിന്റെ സ്വർഗ്ഗം നിങ്ങൾക്ക് ഞാൻ തരാം, പകരം നിങ്ങൾ തരേണ്ടതെന്താ? അംഫുസഹും വ അംവാലഹും, നിങ്ങളുടെ സ്വന്തം ശരീരവും നിങ്ങളുടെ സ്വന്തം സമ്പത്തും പകരം കൊടുക്കുമോ? ബിഅന്ന ലഹുമുൽ ജന്ന, അല്ലാഹു പകരം നിങ്ങൾക്ക് സ്വർഗം തരാമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹ് സ്വർഗത്തിന് വിലയിടുക. അല്ലാഹ് പറയുന്നു ഇന്നല്ലാഹ ഇശ്തറ. ഇവിടെ നോക്കി, ഞാൻ പറയുന്ന ഖുർആനാണ്, മനസ്സിലാകണം. ഇന്നല്ലാഹ ഇശ്തറ, ഇന്നല്ലാഹ ഇശ്തറ. ഇശ്തറ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? വിലയ്ക്ക് വാങ്ങിക്കുക. അല്ലാഹ് വിലയ്ക്ക് വാങ്ങിക്കുകയാണ്. അല്ലാഹ് അങ്ങോട്ട് തരും സ്വർഗം, ഇങ്ങോട്ട് തിരിച്ചെന്താ? പണ്ടൊരു ബാർട്ടർ സമ്പ്രദായമുണ്ട്. അരിയും മുളകും അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് പഞ്ചസാര വേണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊടുക്കും. പണ്ടത്തെ ക്രയവിക്രയം അങ്ങനെയാണ്, നാണയം ഇറങ്ങുന്നതിന് മുമ്പ്. ഇവിടെ അല്ലാഹ് പറയാണ്, ഖുർആൻ സൂറത്ത് തൗബ, ഞാൻ നിങ്ങൾക്ക് സ്വർഗം തരാം, പകരം നിങ്ങൾ എന്ത് തരണം? പകരം നിങ്ങൾ എന്ത് തരണം? ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും, സ്വന്തം ശരീരം, വ അംവാലഹും, സമ്പത്ത്. ശരീരവും കൊടുക്കണം, ഈ ശരീരം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ സമ്പത്തും കൊടുക്കണം. ആരൊക്കെയുണ്ട് തയ്യാർ?
ശരീരം കൊടുക്കാൻ തയ്യാറുണ്ടോ? രാവിലെയും ഒരു വൈകുന്നേരം വരെ നന്നായിട്ട് തേച്ച് മിനുക്കി യാർലിയുടെ പൗഡറൊക്കെ ഇട്ട് സഹോദരിമാർ തയ്യാറുണ്ട്? ഇത്രയും നന്നായിട്ട് കാവേരിയും ഫേറാൻലൗലിയൊക്കെ തേച്ച് മുഖം മിനുക്കി വെച്ചിരിക്കുന്ന ഈ ശരീരം അള്ളാന്റെ ഇതേവരെ കാണാത്ത സ്വർഗത്തിന് വേണ്ടി കൊടുക്കാൻ പറഞ്ഞ പറ്റുമോ? അമ്പുസകും സ്വന്തം ശരീരത്തെ കൊടുക്കണം. കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കണം സൗരങ്ങളെ. പോയാ ദുനിയാവല്ലേ, കിട്ടിയ സ്വർഗമല്ലേ. പോയാൽ ഇന്നല്ലെങ്കിൽ നാളെ നഷ്ടപ്പെട്ടു പോകുന്ന ഈ ദുനിയാവല്ലേ. ആ ദുനിയാവിൽ എപ്പോഴാ മരിക്കുന്നതെന്ന് ആർക്കറിയാത്തത്? ആർക്കാ അറിയാവുന്നത്? സ്വപ്നങ്ങളെല്ലാം തകർത്തുകൊണ്ട് ലോകത്ത് നിന്ന് ജീവിതം പോകുമ്പോ ഈ ശരീരമാണ് കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കണം, അതിന് പകരം വെക്കാൻ വേറെന്താ ഉള്ളത്? ഈ ദുനിയാവ് നഷ്ടപ്പെടുന്നതല്ലേ, സ്വപ്നങ്ങളെല്ലാം തകർന്ന് ചാമ്പാരമാകുന്നതല്ലേ, കൂമ്പാരമാകുന്നതല്ലേ. ഈ ദുനിയാവിൽ സ്വപ്നങ്ങൾ മുഴുവനും തകർന്ന് തരിപ്പണമാകുമ്പോ ഇടതുഭാഗത്ത് കാണുന്നത് തിരുവനന്തപുരം വിമാനത്താവളമാണ്. ഇടതുഭാഗത്ത് കാണുന്നത് തിരുവനന്തപുരം വിമാനത്താവളമാണ്. സഹോദരങ്ങളെ, ഈ കേരളത്തിന്റെ ഇങ്ങേറ്റത്തൊരു വിമാനത്താവളം, ഇതിന്റെ അങ്ങേറ്റത്ത് മറ്റൊരു വിമാനത്താവളമുണ്ട്, മംഗലാപുരം വാജ്പേയി വിമാനത്താവളം. ഇൻഷാ അല്ലാഹ് ശനിയാഴ്ച ഞാൻ പോയിറങ്ങുന്നത് അവിടെയാണ്, വാജ്പേയി വിമാനത്താവളത്തിന്റെ മുകളിൽ ആയിരക്കണക്കിന് ആളുകൾ കൂടി നിൽക്കുന്നു. അങ്ങകലെ ദുബൈയിൽ നിന്ന് വരുന്ന തന്റെ പ്രിയപ്പെട്ട ഉപ്പയെ കാണാൻ, തന്റെ മകനെ കാണാൻ എന്റെ സഹോദരങ്ങളെ വാജ്പേയി വിമാനത്താവളത്തിന്റെ മുകളിൽ നൂറുകണക്കിന് ആളുകൾ കാത്തു നിൽക്കുകയാണ്. ദുബൈയിൽ നിന്ന് വിമാനം പൊങ്ങിയുയർന്നു മംഗലാപുരം വാജ്പേയി വിമാനത്താവളത്തിലേക്ക് മക്കൾ കാത്തു നിൽക്കുന്നു. 5 വർഷമായി കടന്നുപോയ ഉപ്പയെ കാത്ത്, ഉമ്മയെ കാത്ത്, വാപ്പയെ കാത്ത്, കൺമണികളെ കാത്തു നിൽക്കുകയാണ്. സഹോദരങ്ങളെ, വാജ്പേയി വിമാനത്താവളത്തിന്റെ മംഗലാപുരം വിമാനാപകടം നടക്കുമ്പോ എയർപോർട്ട് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതാണ്, പറയണമെന്ന് കരുതിയതല്ല. ഈ എയർപോർട്ടിന്റെ കത്തിക്കിളക്കുന്ന അഞ്ഞവിളക്ക് കാണുമ്പോ വാജ്പേയി വിമാനത്താവളത്തിൽ 6 വയസ്സുള്ള വിമാനത്താവളത്തിൽ 6 വയസ്സുള്ള മോൻ കാത്തു നിൽക്കുന്നു. വാപ്പ ഇതേവരെ ആ മകനെ കണ്ടിട്ടില്ല. ഉമ്മ പ്രസവിച്ചത് വാപ്പ പോയി 3 മാസത്തിന് ശേഷം. കൺമണിയെ കണ്ടിട്ടില്ല. 6 വയസ്സുള്ള മോൻ ഇതേവരെ കാണാത്ത വാപ്പയെ കാത്തു നിൽക്കുന്നു. അതല്ല ഏറ്റവും വലിയ പ്രശ്നം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 21 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, അവൻ കാത്തു നിൽക്കുകയാണ് തന്റെ വാപ്പയെ. 21 വയസ്സിന്റെ ഇടയിൽ അവൻ അവന്റെ വാപ്പയെ കണ്ടിട്ടില്ല, അവന്റെ ഉപ്പയെ കണ്ടിട്ടില്ല. അവന്റെ ഉപ്പയുടെ മുഖം എന്തെന്നറിയില്ല. ഉമ്മ പറഞ്ഞു, നല്ല വെളുത്ത മുഖമുള്ള ഉപ്പ, കട്ടിമീശയുള്ള ഉപ്പ, കാണാൻ സുന്ദരനായ ഉപ്പ. 21 വർഷക്കാലമായി ആ പൊന്നുമോൻ തന്റെ ഉപ്പയെ കണ്ടിട്ടില്ല. ഭാര്യ ഗർഭിണിയായതിനു ശേഷം ദുബൈയിലെ ബഹരാരണ്യത്തിലേക്ക് പാടുപെടാൻ പോയ ഒരു മനുഷ്യന് 21 വർഷം അയാൾ ദുബൈയിൽ കുടുങ്ങിക്കിടന്നു. അയാൾക്ക് വരാൻ കഴിഞ്ഞില്ല. 21 വർഷത്തിന് ശേഷമാണ് വിസ ശരിയാക്കി വരുന്നത്. സഹോദരങ്ങളെ, അറബിയുടെ ഒട്ടകങ്ങളെ മേച്ച് നടന്ന ജീവിതത്തിന്റെ യാതനകൾ കടന്നുപോയ മനുഷ്യന് ഗൾഫ് മലയാളികളുടെ ജീവിതം ഘട്ടമാണ്, പ്രവാസികളുടെ ജീവിതം ഘട്ടമാണ്. അത് അടുത്തറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ അവർക്കെതിരെ നന്ദികേട് കാണിക്കാറുണ്ട്. അള്ളാഹു ഗൾഫിൽ കഷ്ടപ്പെടുന്ന ധാരാളം ആളുകൾ ഈ നാട്ടുകാരുണ്ട്. എപ്പോഴും എന്നെ ഫോണിൽ വിളിക്കുന്ന എത്രയോ സഹോദരങ്ങൾ, അള്ളാഹു അവരെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. 21 വയസ്സായ മകൻ ഉപ്പയെയും കാത്തിരിക്കുമ്പോ 21 വയസ്സായ തന്റെ മകനെ കാണാൻ വാപ്പ കാത്തിരിക്കുന്നു. ശൂന്യാകാശത്തിന്റെ വിമാനത്ത് മകൻ കാത്തു നിൽക്കുന്ന എയർപോർട്ടിന്റെ മുറ്റത്ത് വാജ്പേയി വിമാനത്താവളത്തിന്റെ റൺവേയുടെ തൊട്ടുമുകളിൽ വിമാനമെത്തി. എല്ലാവരും താടക്കന്ന് മംഗലാപുരം വാജ്പേയി വിമാനത്താവളം. പക്ഷേ സഹോദരങ്ങളെ, റൺവേ കാണുമ്പോൾ ആ ഉപ്പയുടെ മനസ്സ് തുടികൊട്ടുകയല്ലേ. എന്റെ 21 വർഷം കഴിഞ്ഞ് എന്റെ നാട് കാണാൻ പോകുന്നു, എന്റെ ഭാര്യയെ കാണുന്നു, എന്റെ കൺമണിയുടെ മുഖം കാണാൻ പോകുന്നു. പക്ഷേ വാജ്പേയി വിമാനത്താവളത്തിന്റെ റൺവേയുടെ തൊട്ടുമുകളിലെത്തുമ്പോ പെട്ടെന്ന് എവിടെയോ ഒരു അഗ്നിസ്ഫുലിംഗം ചിതറുന്നത് പോലെ, എവിടെയോ ഒരു തീപിടുത്തം പോലെ കത്തിക്കരിഞ്ഞ് ചാമ്പലായി, ഒരു മനുഷ്യൻ പോലും ഇല്ലാതെ കത്തിക്കരിഞ്ഞ് ചാമ്പലാകുമ്പോ, ശൂന്യാകാശത്തിലൊരു വിമാനം കത്തിയെറിയുമ്പോ 21 വർഷമായിട്ട് കാണാത്ത വാപ്പ ആകാശത്തൊരു കരിക്കട്ടയായിട്ട് ചെറുന്ന് വീടുമ്പോ അപ്പുറം നിൽക്കുന്ന മകൻ അറിയുന്നില്ല തന്റെ വാപ്പ കത്തിക്കരിയുകയാണെന്ന്. വാപ്പയെയും കാത്തിരിക്കുന്ന ഓമന
മകനറിയുന്നില്ല തന്റെ വാപ്പ അവിടെ കിടന്ന് കത്തിക്കരിയുകയാണെന്ന്. കുറെ നേരം കഴിഞ്ഞ് ഓടിച്ചെല്ലുമ്പോ അവരെല്ലാവരും കാണുന്നത് നല്ല വെളുവെളുത്ത മുഖമുള്ള കട്ടിമീശയുള്ള ഉപ്പയെന്ന് പരിചയപ്പെടുത്തി കൊടുത്ത ഉമ്മ പറഞ്ഞ ഉപ്പയെ കാണാൻ പോകുമ്പോൾ കാണുന്നത് കത്തിക്കരിഞ്ഞ ഒരു കരിക്കട്ട മാത്രമാണ്. ഈ ജീവിതം വല്ലാതെ ക്ഷണികമാണ് സഹോദരാ, ഈ ദുനിയാവ് വല്ലാത്ത ക്ഷണികമാണ്. എല്ലാ കൊട്ടാരങ്ങളും കെട്ടിപ്പൊക്കുമ്പോ എല്ലാം തകർന്ന് തരിപ്പണമാകുന്ന ഈ യാത്ര, നാം തുടങ്ങിയ ഈ ജീവിതയാത്ര ഏറ്റവും ക്ഷണികമാണെന്ന് തിരിച്ചറിയാൻ കഴിയണം. പാന്തർപെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ എവിടെയോ ഒരുമിച്ച് കൂടിയിട്ട് പിറ്റേ ദിവസം രാത്രിയിലെ വിട പറയുന്ന രണ്ട് അന്വേഷകരെ പോലെ, രണ്ട് സഞ്ചാരികളെ പോലെയാണ് ലോകം. അവിടെയാണ് അല്ലാഹു പറയുന്നത്, ഈ ദുനിയാവിന് വേണ്ടി ജീവിക്കുന്നത് എന്തിനാ, ഈ ദുനിയാവിന് വേണ്ടി അവസാനിപ്പിക്കുന്നത് എന്തിനാ? നിങ്ങളുടെ ശരീരം എനിക്ക് തന്നുകൂടെ, ഞാൻ നിങ്ങൾക്ക് പകരം സ്വർഗം തരാം. അതുകൊണ്ടാണ് മണിയറയിൽ കിടന്ന സഹാബി പോലും ഓടിപ്പോയത്. അള്ളാന്റെ സ്വർഗത്തിന് വേണ്ടി, അള്ളാന്റെ സ്വർഗത്തിന് വേണ്ടി മണിയറയിലെ സഹാബി പോലും മണിയറയുടെ പട്ടുമെത്തയോട് വിരസത പറഞ്ഞത് അള്ളാന്റെ സ്വർഗത്തിന് വേണ്ടിയാണ്, അള്ളാന്റെ സ്വർഗത്തിന് വേണ്ടിയാണ്, അള്ളാന്റെ സ്വർഗത്തിന് വേണ്ടിയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട മൂത്താപ്പ ബഹുമാനപ്പെട്ട ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു കുടൽമാലകൾ പിച്ച് ചീന്തപ്പെട്ടത് സ്വർഗത്തിന് വേണ്ടിയാണ്. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ എന്താ സഹോദരങ്ങളെ? അള്ളാന്റെ റസൂൽ യുദ്ധത്തിന് വേണ്ടി സഹാബത്തിനെ തിരഞ്ഞെടുക്കുമ്പോ റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് വികലാംഗനായ ഒരു സഹാബി കടന്നു വരുന്നു. രണ്ട് കാലുകൊണ്ട് കഴിയാത്തവൻ, രണ്ട് കാലുകൊണ്ട് കഴിയാത്തവൻ, രണ്ട് കൈ കൊണ്ട് കഴിയാത്തത് ഒന്നര കയ്യൻ ചെയ്യുന്ന കാലത്തെ കുറിച്ചല്ല. രണ്ട് കാലുള്ളവന് ചെയ്യാൻ കഴിയാത്തത് ഒന്നര കാലം ചെയ്യുന്ന കഥ നിങ്ങൾ കേൾക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. രണ്ട് കൈയുള്ളവന് ചെയ്യാൻ കഴിയാത്തത് ഒന്നര കയ്യൻ ചെന്നിട്ടുണ്ട്. പട്ടാപ്പകല് സഞ്ചരിച്ചു പോകുന്ന റെയിൽവേ കമ്പാർട്ടിൽ സ്വീകരിച്ച് നടന്നു പോകുന്ന ഒരു പാവപ്പെട്ട പെണ്ണിന് റെയിൽവേ കമ്പാർട്ട്മെന്റിൽ പട്ടാപ്പകല് വെളിച്ചത്തിന് കടന്നു പിടിച്ച് അവളെ റെയിൽവേ ട്രാക്കിലേക്ക് വലിച്ചെറിഞ്ഞ് റെയിൽവേ ട്രാക്കിൽ മാനഭംഗം ചെയ്ത് ആ പെണ്ണിനെ വലിച്ചെറിഞ്ഞത് ഒന്നര കയ്യന്റെ കാലം. രണ്ട് കൈയുള്ളവന് ചെയ്യാൻ കഴിയാത്തത് ഒന്നര കയ്യൻ ചെയ്തു. പട്ടാപ്പകൽ ഒരു പാവപ്പെട്ട പെണ്ണിനെ റെയിൽവേ ട്രാക്കിൽ പീഡിപ്പിച്ചു വലിച്ചെറിഞ്ഞു. ആ ശപിക്കപ്പെട്ട ലോകത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയൂ. ആ ലോകമാണ് നടക്കുന്നത്, ആ ലോകമാണ് നടക്കുന്നത് ഗോവിന്ദസ്വാമിയുടെ ലോകം. ഞാൻ പറയുന്നത് വേറൊരു ചരിത്രമാണ്. കടികാരത്തിന്റെ സൂചി പുറകോട്ട് നടക്കട്ടെ. രണ്ട് കാല് കൊണ്ട് നേടാത്തത് ഒന്നര കാലം നേടിയ ചരിത്രം. അള്ളാന്റെ റസൂലിന്റെ അടുക്കലേക്ക് തളർച്ച ബാധിച്ച കാലും പിടിച്ചുകൊണ്ട് ഏങ്ങി ഏങ്ങി വരുന്നൊരു സഹാബി അംറു ബിനുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, ഓ നബിയെ, എനിക്കും യുദ്ധത്തിന് വരണം, എനിക്കും യുദ്ധപ്പറമ്പിൽ ശഹീദാകണം, എനിക്കും സ്വർഗത്തിലേക്ക് പോകണം. അമ്രേ, വേണ്ട വേണ്ട, നിന്റെ ഒരു കാല് സ്വാധീനമില്ലാത്ത കാലല്ലേ, ഒരു കാലിന് നിനക്ക് തളർച്ച ബാധിച്ചതല്ലേ, പറയല്ല നബിയേ, പറയല്ല നബിയേ. എല്ലാവരും രണ്ട് കാലി വെച്ച് സ്വർഗത്തിലേക്ക് ഓടിച്ചെല്ലുമ്പോ ഈ അംറു ബിനുൽ ജമൂഹ് ഒന്നര കാലും വെച്ച് ആ സ്വർഗത്തിലേക്കൊന്ന് പ്രാഞ്ചിയെങ്കിലും നടന്നു പോകണ്ട നബിയേ, നടന്നു പോകണ്ട നബിയേ. എല്ലാവരും രണ്ട് കാലിലോടുമ്പോ ഒന്നര കാലൻ ഓട്ടത്തിന് പുറകിലാകും. മത്സരം ഇവിടെയാണ് വേണ്ടത്, നരകത്തിന്റെ വടിയിലേക്ക് സഞ്ചരിക്കാനല്ല. നബിയെ, ഒന്നര കാലിന് ഏന്തി എങ്കിലും എനിക്ക് പോകണ്ട നബിയെ. അള്ളാന്റെ റസൂല് പറഞ്ഞു, വേണ്ട അംറേ, ലൈസ അലൽ അഅമാ ഹറജും വലാ അലൽ അഅറജി ഹറജ് വലാ അലൽ മരീദി ഹറജ്. രോഗിക്കും വികലാംഗനും യുദ്ധത്തിന് പങ്കെടുക്കണമെന്ന് അള്ളാഹ് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്റെ പൊന്നു ചെറുപ്പക്കാരാ, അള്ളാഹ് പറഞ്ഞത് കൊണ്ട് മാറി നിൽക്കാം. പക്ഷേ അംറു ബിനുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു വീട്ടിൽ ചെന്നിട്ട് പടച്ചട്ടയണിഞ്ഞ് യുദ്ധപ്പറമ്പിൽ പോയി. 72 കഷണങ്ങളായി വെട്ടിമുറിക്കപ്പെട്ടു. 72 കഷണങ്ങളായി വെട്ടിമുറിക്കപ്പെട്ടു. മയ്യത്തെടുത്ത് അംറു റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്തെടുത്ത് കുതിരപ്പുറത്ത് കയറ്റുമ്പോ കുതിര അനങ്ങുന്നില്ല, കുതിര അനങ്ങുന്നില്ല. ആ ഭാര്യ വന്നിട്ട് പറഞ്ഞു, നബിയെ, അനങ്ങില്ല നബിയെ. അള്ളാഹുവിന്റെ റസൂലേ, എന്റെ വികലാംഗനായ ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ദുആ ചെയ്തിട്ടാണ് ഇറങ്ങിയത്. അള്ളാഹുവേ, നിന്റെ സ്വർഗത്തിന് വേണ്ടി ഞാൻ പോവുകയാണ്, എന്റെ ഈ ശരീരം ജീവനോടെ എന്റെ ഈ വീട്ടിലേക്ക് തിരിച്ചെത്തിക്കല്ലേ അല്ലാ. നമ്മൾ നേരെ തിരിച്ചിട്ടാണ്
യാത്രക്കിറങ്ങുമ്പോ ദുആ ചെയ്യും, ഇന്നാ അൻസൽനാഹു 3 പ്രാവശ്യം ഓതും, തിരിച്ചെത്തിക്കണേ അല്ലാ. അവര് പറഞ്ഞു, അല്ലാഹുവേ ജീവനോടെ തിരിച്ചു വരരുത്, എന്റെ സ്വർഗം, എന്റെ സ്വർഗം, എന്റെ സ്വർഗം. അള്ള ചോദിക്കുന്നു, നിന്റെ ശരീരം എനിക്കുതാ, അതിന് പകരം നിനക്ക് ഞാൻ എന്റെ സ്വർഗം തരാം, നിനക്ക് ഞാൻ എന്റെ സ്വർഗം തരാം. ജന്ന, അള്ളാന്റെ സ്വർഗമല്ലേ നിനക്ക് കിട്ടുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.